ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല, ഒരു മോശം എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പറയാം എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ ഡൽഹി വെച്ചുള്ള സംഭവമാണിത്. ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾ ഒരു റൂമിൽ 4 പേരുണ്ടായിരുന്നു. 4 പേര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു താമസിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരുമിച്ചായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അന്നെന്നല്ല ഇന്നും ഞാൻ സ്വർണം അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അന്നും എനിക്ക് സ്വർണ്ണം ഇടുന്നതിനോട് താല്പര്യമില്ല. പിന്നെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അധികം സ്വർണ്ണം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു കുറേ സ്വർണ്ണം ഇടണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പൈസ കിട്ടുമ്പോഴെല്ലാം കുറേശ്ശെ വെച്ച് എനിക്ക് സ്വർണ്ണം വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ എനിക്കൊരു വലിയ മാല വാങ്ങിച്ചു, ഒരു ലോക്കറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ അവധിക്ക് എന്നപ്പോൾ എൻ്റെ കഴുത്തെ മുത്തുമാലയും അങ്ങനെയുള്ള മാലകളൊക്കെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ മാല ഇട്ടുകൊണ്ട് പോ, കമ്മൽ ഇട്ടുകൊണ്ട് പോ, നിനക്ക് വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ വാങ്ങിച്ചത്, ഞാൻ ഈ സ്വർണ്ണമൊക്കെ നിനക്കുള്ളതല്ലേ, ഇതിട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് സത്യം പറഞ്ഞ അമ്മ എന്നെ നിർബന്ധിച്ച് അത് തന്നു വിട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇത് ഇടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. എനിക്ക് വലിയ മാലയൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ മാലയും കമ്മലും എല്ലാം കൂടി ഊരി, ഒരു വളയുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഊരി ഒരു ബോക്സിലിട്ട് ബാഗ് വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്യാം. അന്നെന്ന് പറഞ്ഞാൽ ട്രോളി ബാഗൊന്നുമല്ല, നോർമൽ ചതുരത്തിലുള്ള ബാഗ്. അതിനകത്തിട്ടിട്ട് ഞാൻ അതിൻ്റെ ചാവി അതിൻ്റെ പുറത്തുള്ള ഉറക്കകത്ത് തന്നെ ഇട്ട് വെച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ പിന്നെ അതുപോലെ നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ പൈസയാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. അപ്പം നമ്മുടെ എവിടെയെങ്കിലും പോകാനായിട്ടോ എന്തെങ്കിലും മേടിക്കാനായിട്ടോ ഒക്കെ കുറച്ച് പൈസ 100 രൂപയ്ക്ക് ഞാൻ എടുക്കാറുള്ളൂ. അതെടുത്തിട്ട് ബാക്കി വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. അപ്പം ആ 100 രൂപ ബാഗിലിട്ട് വെക്കും, ഒരു പേഴ്സിനകത്തിട്ട് വെക്കുമായിരുന്നു. പ്രത്യേകിച്ച് ചെലവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു അതിപ്പം. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച പൈസ എല്ലാം കൂടെ ഒരു 5000 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പം ഈ സ്വർണവും ഈ പൈസയും ആയിരുന്നു ബാഗിനകത്തുണ്ടായിരുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകും, അതിനകത്തുനിന്ന് ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് പോകും, ഈ ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് പോകും. പിന്നെ എനിക്ക് സാലറി കിട്ടുമ്പോൾ 100 രൂപയൊക്കെ കിട്ടുന്നത് അങ്ങനെ ഈ പേഴ്സിനകത്ത് വെക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ബാഗ് തുറന്ന് നോക്കിയപ്പോൾ പൈസ ഒന്നും കാണുന്നില്ല, ഈ പേഴ്സ് മാത്രമേ ഉള്ളൂ, പൈസ കാണുന്നില്ല. ബാഗ് പൂട്ടി തന്നെയാണ് ഇരുന്നത്. ഞാൻ പിന്നെ ഈ സ്വർണം നോക്കിയപ്പോഴത്തേനും സ്വർണം ഇതിനകത്തില്ല. എൻ്റെ നെഞ്ച് വല്ലാതെ പടഞ്ഞു പോയി. എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണെങ്കിൽ അത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ആ സ്വർണം. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണം, ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ OT-യിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേസൊക്കെ ഓരോരുത്തർക്കും നേരത്തെ തന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ചോദിച്ചു. അവിടെ റൂം ഫുള്ള് തപ്പി, എന്നിട്ടൊന്നും കിട്ടിയില്ല, സ്വർണവും കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞ് ആദ്യം ഒരു കേസ് ഉണ്ടായിരുന്നു, അതിന് കയറി. എനിക്കതിന് നിൽക്കാനായിട്ട് പറ്റുന്നില്ല, എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ട്, ഇതെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, OT ഇൻചാർജ്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എൻ്റെ സ്വർണം കാണുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, റൂമിലൊക്കെ നോക്കിയോ, ഫ്രണ്ട്സിനോട് ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ എല്ലാം നോക്കി, ഫ്രണ്ട്സിനോട് ചോദിച്ചു, അവർ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് പുള്ളിയെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് പൊക്കോ, ഡ്യൂട്ടിക്ക് ഇനിയും കയറണ്ട, തിരിച്ചു പൊക്കോ, നമുക്ക് അതിൻ്റെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു.
എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു അവർ വീട്ടിൽ അന്വേഷിക്കാൻ വരുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ വൈകുന്നേരം റൂമിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എൻ്റെ റൂമിൽ ഞാൻ കൂടാതെ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. അവർ 2 പേര് അവിടെ ഉണ്ടായിരുന്നു, റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ സ്വർണ്ണം അവർ കണ്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, പൈസയുടെ കാര്യമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവർ പറഞ്ഞു ഒരാളെന്തെന്ന് ചോദിച്ചു. അയാൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയേക്കുവാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിങ്ങൾ 3 പേരും നാളെ സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് 3 പേരും സ്റ്റേഷനിൽ പോയി. 3 പേരും ഞാനും ഈ പോലീസും എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ അവരോട് അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരാ എടുത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആരും ഒരു മറുപടിയും പറയുന്നില്ല. ഞങ്ങൾ ആരും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയും സ്വർണം വേണം, അതെല്ലാം കൂടെ ഒരു 7 പവനോളം വരും. അപ്പോൾ സ്വർണം നമുക്ക് കിട്ടണം, അതുകൊണ്ട് അവരോട് എങ്ങനെയും മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ അന്ന് പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ, ലേഡീസ് പോലീസ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളെ ആകുമ്പോഴത്തേക്കും പോലീസുകാർ വരും, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് ഉള്ള കാര്യമുള്ളതുപോലെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവരാരും സമ്മതിക്കുന്നില്ല, ഞങ്ങളാരും എടുത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എടുത്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരാൾ ചെയ്ത കുറ്റത്തിന് എല്ലാവരും അവിടെ വരുന്നു, ഈ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനെ വല്ലാത്തൊരു വിഷമം തോന്നി. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട്ടിൽ നിന്ന് അത്രയ്ക്കും ബുദ്ധിമുട്ടോടുകൂടി മേടിച്ച സ്വർണ്ണമാണ്, എനിക്കതെങ്ങനെയും തിരിച്ചു വേണം, അങ്ങനെയൊക്കെയുള്ള ഒരിതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് അവർ പറഞ്ഞു നാളെ 9 മണിയാകുമ്പം എല്ലാവരും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും, വനിതാ പോലീസ് വരും, അവർ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്റ്റലിൽ പോയി. അപ്പം എന്നോട് അമ്മയൊക്കെ പറഞ്ഞു സൂക്ഷിച്ചോണം, പിള്ളേരൊക്കെ എന്തെങ്കിലും ചെയ്യുമോ ഒന്നും പറയാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി എനിക്കാണെങ്കിൽ തീരെ ഉറക്കമില്ലായിരുന്നു. ഞാൻ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ എന്നും ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ പോയി കുളിച്ചിട്ട് അവിടെ ഒരു കൃഷ്ണൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ എഴുന്നേറ്റു, കുളി കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പം എൻ്റെ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അപ്പം തന്നെ അത് കാണാത്ത മട്ടി പോയി നമ്മുടെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ പോലീസ്, പുള്ളിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് കയ്യിലെടുത്തോളാൻ പറഞ്ഞു. കയ്യിലെടുത്ത് പിടിച്ചോ എന്ന് പറഞ്ഞു. എടുത്ത് പിടിച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഇവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സ്വർണ്ണം എടുത്ത് പിടിച്ചിട്ട് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി. ഈ സ്വർണ്ണം എൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേനും വനിതാ പോലീസും വന്നു. വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഇല്ല എന്ന് വരും. അപ്പോൾ ഇവർ 2 ദിവസം ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, ഞാനും ഡ്യൂട്ടിക്ക് പോയില്ല. അങ്ങനെ 3ാമത്തെ ദിവസമാണ്. അപ്പം അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവൾ പറഞ്ഞു ഇവളുടെ സ്വർണം കിട്ടിയല്ലോ, പിന്നെന്തിനാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസ് ചോദിച്ചു സ്വർണം കിട്ടിയോ, നിനക്ക് അങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൾക്ക് സ്വർണം കിട്ടിയല്ലോ, അവൾ അവിടെ രാവിലെ എടുക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. എവിടെ എടുത്തു? അവൾ അവിടെ ആ വിഗ്രഹത്തിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നത് കണ്ടല്ലോ, ഞാൻ ഉണർന്ന് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോലീസ് പറഞ്ഞായിരുന്നു കിട്ടിയില്ലെന്ന് വേണം പറയാനായിട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കിട്ടിയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവള് സമ്മതിച്ചു, അവളാണ് സ്വർണം എടുത്തത്, അവള് സ്വർണവും പൈസയും എടുത്തു. അതുകൊണ്ട് പിറ്റേ ദിവസം നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൾ പിറ്റേ ദിവസം ആ സ്വർണവും പൈസയൊക്കെ ആയിട്ട് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സ്വർണ്ണമല്ല, അവൾ ചുമ്മാ ബാഗിനകത്ത് കൊണ്ട് വെക്കാനായിട്ട് ഇരിക്കുവാണ്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്വർണം എടുത്തത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയൊരു ഷോക്കായി പോയി. അത് നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരിങ്ങനൊക്കെ ചെയ്യുമെന്ന്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അവളുടെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരെ വിളിക്കണമെന്ന് പറഞ്ഞു. അവരെ വിളിച്ച് അവർ വന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഇവളെ വിട്ടതൊക്കെ. അപ്പം
എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണം വേറെ 2 കുട്ടികളും കൂടെ, ഞാൻ കാരണം എന്ന് പറയാൻ പറ്റത്തില്ല, ഞാനും എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുവോ പോലീസുകാരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറുകയെ 1-2 ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയോ ഡ്യൂട്ടിക്കും പോകാൻ പറ്റിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ മെൻ്റലി ഒരുപാട് ഡൗൺ ആയി പോയ ഒരു കണ്ടീഷനായിരുന്നത്. പിന്നെ അവളാണെങ്കിൽ ഒരു മാപ്പ് പോലും പറയാനായിട്ട് ഒന്നും തയ്യാറായില്ല. സ്വർണം ഇങ്ങനെ കിട്ടി, പൈസ അവൾ ചിലവാക്കിയെന്ന് പറഞ്ഞു, അവൾ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞു പൈസ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, എനിക്ക് സ്വർണം മതി. സ്വർണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ച സ്വർണമാണ്. ഒരുപാട് വിയർപ്പുണ്ട് അതിനകത്ത്. അങ്ങനെ വാങ്ങിച്ച സ്വർണമാണ്. അതെനിക്ക് നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ദൈവത്തെ വിളിയും എൻ്റെ അമ്മയുടെ ദൈവത്തെ വിളിയും ഒക്കെ കാരണം അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ റൂമിൽ വന്നു. ഞാൻ എൻ്റെ മറ്റേ 2 കൂട്ടുകാരോട് ഒരുപാട് സോറി പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അവരും കൂടെ ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ കയറിയല്ലോ എന്നോർക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഒരു മുൻകരുതൽ. നമ്മൾ ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പോകരുത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും, ആര് പറയുന്നതും വിശ്വസിക്കും. അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പിന്നെ അവൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് പോയി. ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ പറയേണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കോടീശ്വരിയോ കാശുകാരിയോ ഒന്നും അല്ലായിരുന്നു. എല്ലാ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ് അവനവൻ്റെ മക്കൾക്ക് കുറച്ച് പൊന്ന് ഒക്കെ വാങ്ങിക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന സ്വർണ്ണം വരുന്നത്. അപ്പം അതെങ്ങനെയും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിന് കൂട്ടുന്നതും ഒക്കെ ചെയ്തത്. പിന്നെ മറ്റേ കൂട്ടുകാരോട് ഞാൻ അവരോട് എന്നും എൻ്റെ മനസ്സിൽ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അവർ പോലീസ് സ്റ്റേഷനിൽ കയറിയതിനും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അതുപോലെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. കണ്ണും അടച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കുകയും. എല്ലാവരും ഒരുപോലല്ല. ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.